ബന്ധുവീട്ടിലെ നായ കുരച്ചു ചാടിയതിന്റെ പ്രകോപനത്തിൽ യുവാവ് നായയെ പാറയിൽ അടിച്ചു കൊലപ്പെടുത്തി. ഇടുക്കി നെടുങ്കണ്ടം സന്യാസിയോടയിലാണ് സംഭവം. കമ്പംമെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതി രാജേഷിനെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. കുടുംബവഴക്കിനെ തുടർന്ന് ഇയാൾ സ്ത്രീകളെ മർദ്ദിച്ചതായും പരാതിയുണ്ട്. കുടുംബവഴക്കിനെ തുടർന്നാണ് സംഭവം. കഴിഞ്ഞ ദിവസം സഹോദരി രജനിയുടെ വീട്ടിലെത്തിയ രാജേഷ് സഹോദരിയുടെ മരുമകളുമായി വാക്കുതർക്കമുണ്ടായി. തുടർന്ന് ഇവരെയും പ്രായമായ സ്ത്രീയെയും മർദ്ദിച്ചു. വീട്ടുകാരെ ഉപദ്രവിക്കുന്നത് കണ്ട് പൂട്ടിയിട്ടിരുന്ന നായ കുരച്ചതോടെ രാജേഷ് കൂടുതൽ പ്രകോപിതനായി. തുടലിൽ നിന്ന് പട്ടി അഴിച്ച ശേഷം സമീപത്തെ പാറയിലടിച്ചാണ് കൊന്നത്. പൊമറേനിയൻ ഇനത്തിൽപ്പെട്ട വളർത്തുനായാണ് ചത്തത്. വ്യാഴാഴ്ച ഒരു 3:50 എൻ്റെ മകൾ എന്നെ വിളിക്കുക, എൻ്റെ മരുമോൾ എന്നെ വിളിക്കുകയാണ്, അമ്മയെ എത്രയും പെട്ടെന്ന് ഓടി വരണം, ഇവിടെ ആ പുള്ളിക്കാരൻ വന്ന് ഭയങ്കര ബഹളം അമ്മേ, നമ്മുടെ പട്ടീനെ എടുത്ത് കല്ലിനിട്ട് അടിച്ചു അമ്മേ, കല്ലിനിട്ട് അടിച്ച് ഇവിടെ കിടക്കുക അമ്മേ, പിന്നെ വാക്കത്തിയായിട്ട് ഇവിടെ കിടന്ന് വെല്ലുമ്മച്ചിയുടെ നേരെ വീശുക, വെല്ലുമ്മച്ചീനെ ഉന്തിത്തള്ളി ഇവിടെ ഇട്ടമ്മേ, അതുപോലെ അന്നേരം എൻ്റെ വെല്ലുമ്മച്ചീനെ ഉപദ്രവിക്കല്ലെന്നും പറഞ്ഞ് എൻ്റെ മകൾ ഓടി ഇറങ്ങി ചെന്നപ്പോഴത്തേന് അവളെയും തള്ളി, അവളും കുഞ്ഞുമായിട്ടും താഴെ വീണു. അപ്പം ഓടിക്കയറി ഇവള് വന്ന് മേളിൽ പറമ്പിൽ പണിയാൻ പോയ കൊച്ചിനെ വിളിച്ചു. അമ്മല അപ്പോഴാണ് ഓടി ഇറങ്ങി ഇവിടെ വരുന്നത്. ഇവിടെ വന്നപ്പോഴത്തേന് ഇവിടെ ഭയങ്കര വിഷയമല്ല, ഇവൻ വാക്കത്തിയായിട്ട് ഇങ്ങനെ ഓങ്ങി നിൽപ്പുണ്ട്. എല്ലാവരും ഞാൻ താഴം തൊട്ട് വിളി തുടങ്ങി, മക്കളെ ഒന്നും ചെയ്യല്ലേ, ആരെ ഒന്നും ചെയ്യല്ലേ. സ്വത്ത് എഴുതി വാങ്ങിയ ശേഷം രാജേഷ് അമ്മയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്നും മർദ്ദിക്കാറുണ്ടെന്നും പരാതിയുണ്ട്. ഞാൻ എൻ്റെ മകൻ്റെ കൂട്ടത്തിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആ മകൻ്റെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഞങ്ങളെ 2 പേരെ ഇറക്കി വിട്ടതാണ്. 4 പ്രാവശ്യം ഇറക്കി വിട്ടതാണ്. ഞങ്ങൾ പിന്നെയും മകൻ്റെ അടുത്ത് ചെന്ന് അന്നേരം എല്ലാം അവനെ അടിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങളെ ഇറക്കി വിട്ട് കഴിഞ്ഞ് മകൾ കൊണ്ടുവന്ന് നോക്കി ഞങ്ങളങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ ഇപ്പം വന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച വന്ന് ഇവൻ ഇതുപോലെ വെള്ളം കൊണ്ടിട്ട് തെറി എന്ന് പറഞ്ഞാൽ എന്നാ സാറിനോടൊന്നും പറയാൻ ഞങ്ങൾക്ക് പറ്റാത്ത തെറിയാണ് വിളിക്കുന്നത്. ഈ അയൽവക്കംകാരോട് ചോദിച്ചാൽ മതി, അതുപോലെ അവർ പറയാം, അവർ കേട്ടതാ. അങ്ങനെ ബഹളം ഉണ്ടായി ഞങ്ങളെ കൊല്ലും, പെരയ്ക്ക് പെട്രോൾ ഒഴിക്കും, ഈ കുഞ്ഞുങ്ങളെ ഞാൻ തകർക്കും, ആരുമില്ലെങ്കിൽ ആരുമില്ലാത്ത സ്ഥലത്ത് പോയി ഇവന്മാരെ ഞാൻ കൊല്ലും എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് ഞങ്ങളെ ഭീഷണി എന്ന് പറഞ്ഞാൽ നീ എൻ്റെ അമ്മയല്ല, നീ ദുഷ്ടയാ എന്നൊക്കെയാണ് പറയുന്നത്. സഹോദരിക്ക് ലഭിച്ച കുടുംബവിഹിതം ആവശ്യപ്പെട്ടാണ് ഇയാൾ ഇപ്പോൾ നിരന്തരം ശല്യമുണ്ടാക്കുന്നതെന്നും ഇവർ ആരോപിക്കുന്നു. വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് കമ്പംമെട്ട് പോലീസ് കേസെടുത്ത് രാജേഷിനെ അറസ്റ്റ് ചെയ്തു. ഇയാളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു. ന്യൂസ് 18 ഇടുക്കി.